മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞ കേസിൽ മാധ്യമപ്രവർത്തകയെ പ്രതി ചേർത്തു. 24 ന്യൂസിലെ കൊച്ചി റിപ്പോർട്ടർ വിനീത വിജിയെയാണ് ഗൂഢാലോചന കുറ്റം ചുമത്തി എറണാകുളം കുറുപ്പംപടി പോലീസ് പ്രതി ചേർത്തത്. കേസിലെ 5ാം പ്രതിയാണ് വിനീത. റാഫി കരീം വിവരങ്ങൾ നൽകും. റാഫി, എങ്ങനെയാണ് ഇതിൽ വിനീത പ്രതിയാകുന്നത്? പോലീസിൽ കേസെടുത്തിരിക്കുന്നത് ഏത് രീതിയിലാണ്? സൈഫുദ്ദീൻ, ഈ മാസം 10-ാം തീയതി പെരുമ്പാവൂരിൽ നിന്ന് നവകേരള യാത്രയുടെ ഭാഗമായി മുഖ്യമന്ത്രി കോതമംഗലത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകയായ വിനീത വിജിക്കെതിരെ കുറുപ്പംപടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഗൂഢാലോചന കുറ്റമടക്കം ചുമത്തിയാണ് വിനീത വിജിക്കെതിരെ കുറുപ്പംപടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകയായ വിനീത വിജി സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. KSU പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം 24-ലെ ക്യാമറാമാന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ 3 KSU പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിനടക്കം കുറുപ്പംപടി പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ബേസിലടക്കമുള്ളവർക്കെതിരെയായിരുന്നു കുറുപ്പംപടി പോലീസ് വധശ്രമത്തിനടക്കം കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനുശേഷം വിശദമായ അന്വേഷണത്തിന് നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകയെ കൂടി കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ശരി റാഫി. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് DYFI പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കാട്ടാക്കടയിലും അരുവിക്കരയിലുമാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. നവകേരള ബസ് കടന്നുപോയതിന് പിന്നാലെയാണ് പോലീസ് സാന്നിധ്യത്തിൽ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ DYFI പ്രവർത്തകർ മർദ്ദിച്ചു. ഗോപാൽ ചീരാസനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, പ്രവർത്തകർ തമ്മിൽ തെരുവിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങൾ, വലിയ ഏറ്റുമുട്ടൽ നടന്നു എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. പ്രവർത്തകർക്ക് പരിക്കുണ്ടോ? എന്താണ് സംഭവിച്ചത്? പ്രവർത്തകർക്ക് കാര്യമായ പരിക്ക് തന്നെ ഉണ്ട് എന്നാണ് സെക്രട്ടറി മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബസ് കടന്നു പോകുന്ന വഴി കരിങ്കൊടിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങി. അവിടെ നിന്നാണ് ഈ സംഘർഷം തുടങ്ങുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിടാൻ സ്ഥലത്ത് DYFI പ്രവർത്തകരും തമ്പടിച്ചിരുന്നു. ഇരു കൂട്ടരും തമ്മിൽ ആദ്യം വാദപ്രതിവാദം ഉണ്ടാവുകയും പിന്നീട് അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. നവകേരള സദസ്സിന്റെ വോളണ്ടിയർമാരായ മഞ്ഞ ടീഷർട്ട് ധരിച്ച DYFI പ്രവർത്തകർ ബൈക്കിൽ പിന്തുടർന്നെത്തി മർദ്ദിച്ചു എന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്ന പരാതി.